നമ്മൾ ചലന സമവാക്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങൾ. ഒന്നാമത്തെ ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ പ്രവേഗ സമയ ബന്ധം കാണിക്കുന്ന സമവാക്യമാണ്. പ്രവേഗ സമയ ബന്ധം കാണിക്കുന്ന സമവാക്യമാണ് ഒന്നാമത്തെ. അതായത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗം. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ആദ്യ പ്രവേഗം. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ത്വരണം, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. ടി എന്ന് പറഞ്ഞാൽ ടൈം, സമയം. അപ്പോൾ പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് ആദ്യത്തെ സമവാക്യം. ഇനി ന്യൂട്ടൻ്റെ രണ്ടാമത്തെ സമവാക്യം എന്ന് പറഞ്ഞാൽ സ്ഥാന സമയ ബന്ധം കാണിക്കുന്നു. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിനകത്ത് യു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യ പ്രവേഗമാണ്. ടി ടൈമാണ്. ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനിലെ ത്വരണമാണ്. ഓക്കെ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാന്തരം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയും എസ്സിന്. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇത് സ്ഥാന സമയ ബന്ധം കാണിക്കുന്നു. ഇനി അടുത്തത് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ സമവാക്യമാണ് സ്ഥാന പ്രവേഗ ബന്ധം കാണിക്കുന്നു. സ്ഥാന പ്രവേഗ ബന്ധം കാണിക്കുന്നു. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ആദ്യ പ്രവേഗം. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അഥവാ ത്വരണം. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ സ്ഥാനാന്തരം, ഡിസ്റ്റൻസ് ഓർ സ്ഥാനാന്തരം എന്ന് പറയും. ഇത് മൂന്നുമാണ് ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചലന സമവാക്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഇത് മൂന്നെണ്ണമാണ് ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങൾ.